everyone, welcome to Xylem Learning. മക്കളെ അമൃത മിസ് ആണ്. മിസ് എന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു? ഫിഷ് ടെയിൽ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ? ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് ആ ചാപ്റ്ററിലേക്ക് വെച്ച് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയതും എന്നാൽ വളരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന രണ്ട് ക്വസ്റ്റ്യൻസും ആയിട്ടാണ്. അപ്പൊ നോക്കിയാലോ, വളരെ സിമ്പിൾ ആണ് മക്കളെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രേസി took a loan of rupees 4,000 to buy a net. She paid back 345 rupees every month for 1 year. How much money did she pay back to the bank? That is the question. അതായത് നമ്മളുടെ ഗ്രേസി എന്താ ചെയ്തേ? ലോൺ എടുത്തു അല്ലെ? എത്ര രൂപ ലോൺ എടുത്തത്? 4000 രൂപ ബാങ്കിൽ നിന്നും ലോൺ എടുത്തു. എന്നതിന് ശേഷം എന്ത് ചെയ്തു? She paid back 345 rupees every month. 345 rupees ഓരോ മാസവും അടച്ചുകൊണ്ടിരുന്നു for 1 year അല്ലെ? ഒരു വർഷത്തേക്ക് ഓരോ മാസവും 345 രൂപ അടച്ചുകൊണ്ടിരുന്നു. ആൻഡ് ഹൗ മച്ച് മണി ഡിഡ് ഷീ പേ ബാക്ക് ടു ദ ബാങ്ക്? ബാങ്കിലേക്ക് എത്ര രൂപയാണ് മൊത്തം ടോട്ടലായിട്ട് ഗ്രേസി അടച്ചത്? ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ചെയ്തു നോക്കാം. എന്താ പറഞ്ഞേ? ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 4,000 rupees ആണ്. അത്രേ ഗ്രേസി ലോൺ എടുത്തിട്ടുള്ളൂ. ആൻഡ് ഷീ പെയ്ഡ് ബാക്ക് 345 ഫോർ എവ്രി മന്ത്. 345 എവ്രി മന്ത് കൊടുത്തു ഫോർ 1 year അല്ലെ? 1 year എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 12 months ആണ് അല്ലെ? 12 months ആണ് 1 year എന്ന് പറയുന്നത്. 1 month ഷീ പെയ്ഡ് എത്ര രൂപയാണ് 1 month അടച്ചത്? 345 rupees ആണ് ഒരു മാസം അടച്ചത്. അങ്ങനെയാവുമ്പോൾ 12 months എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 345 into എത്രയാ? 12. ഒരു മാസം 345. 12 months എത്രയാണ്? 345 into 12. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 345 into 12 ഇൻറ്റു ചെയ്യുക. 9 6 0 വെറുതെ ഇടുക. 5 4 3 14 yes 11 4,140 rupees. That is the final answer. Clear ആണോ? ലോൺ എടുത്തത് 4,000 rupees ആണ്. എവ്രി മന്ത് 345 rupees തിരിച്ചടച്ചു. ആഫ്റ്റർ 1 year ഷീ പെയ്ഡ് 4,140 rupees. അപ്പൊ മക്കൾ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. എത്ര രൂപ ഗ്രേസി കൂടുതലായിട്ട് ബാങ്കിലേക്ക് അടച്ചു? ഓക്കെ, അപ്പൊ മക്കൾക്ക് അറിയാം അത് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. കാൽക്കുലേറ്റ് ചെയ്തതിന്റെ മക്കൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആൻസർ കമന്റ് ആയിട്ട് പറയാ. 4,000 rupees ലോൺ എടുത്തു, 4,140 rupees തിരിച്ചടച്ചു. അപ്പൊ എത്ര രൂപ എക്സ്ട്രാ അടച്ചിട്ടുള്ളത്? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ജാൻസി ആൻഡ് ഹെർ സിസ്റ്റർ took a loan of 21,000. ജാൻസിയും സിസ്റ്ററും കൂടി 21,000 rupees ലോൺ എടുത്തു ടു ബൈ എ ലോഗ് ബോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. They paid back total of 23,520 in 1 year. In 1 year. അതായത് ഒരു വർഷം കൊണ്ട് 23,520 rupees തിരിച്ചടച്ചു. എടുത്തത് 21,000 ആണ്, തിരിച്ചടച്ചത് 23,520 ആണ്. Question is, how much did they pay back every month? ഓരോ മാസവും എത്ര രൂപ കൊടുത്തിട്ടുണ്ടാകും? That is the question. ഒരു വർഷം കൊണ്ട് ഇത്രയും എമൗണ്ട് കൊടുത്തു. അതായത് 23,520 in 12 months അല്ലേ? ഒരു വർഷം കൊണ്ട് എന്ന് പറയുന്നത് എന്താണ്? 12 months കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ in 1 month എത്രയായിരിക്കും? in 1 month എങ്ങനെയാ നമ്മൾ കാണുക? 12 മാസം കൊണ്ട് 12 months കൊണ്ട് 23,000. സോ in 1 month എത്രയായിരിക്കും? 23,520 divided by 12. ഇത്രയും ചെയ്യേണ്ടുള്ളൂ. നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 23,520 divided by 12. 23 ഒരൊറ്റ പ്രാവശ്യം പോകത്തുള്ളൂ. 1 12s are 12. മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 11 വരും. 5 ഇറക്കിടുക. 115. 115 എത്ര പ്രാവശ്യമാണ്? 9 times പോവും. 9 times എന്ന് പറയുമ്പം 8 10 108. മൈനസ് ചെയ്യുക. 15 വരുമ്പം എത്ര വരിക? 7 അല്ലേ? 7 times
ഇവിടെ 7 വരും, പിന്നെ 2 ഇറക്കിയിടുക. അപ്പൊ എത്ര ടൈംസ് ആണ്? 6 ടൈംസ് അല്ലേ? 72, 0, ഒരു 0 ബാക്കിയുണ്ട്, ആ 0 ഇവിടെ ഇട്ട് കൊടുക്കുക. സോ 1960 rupees in a month. ഓരോ മാസവും 1960 rupees എന്ത് ചെയ്തിട്ടുണ്ട്? ജാൻസിയും സിസ്റ്ററും കൂടി ബാങ്കിലേക്ക് തിരിച്ചടച്ചിട്ടാണ് 1 year കൊണ്ട് 23,520 rupees ആയത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാണ്? കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, കുറച്ച് ട്രിക്കി ആണ്, കുറച്ച് കാൽക്കുലേഷൻ ചെയ്യാനുള്ളതാണ്, വേർഡ് പ്രോബ്ലം ആണ്. അപ്പൊ മക്കൾക്കൊക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതേപോലെ മക്കൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒരു മടി വിചാരിക്കേണ്ട, ഇതിന്റെ കമന്റ് ആയിട്ട് നമ്മളെ താഴത്ത് പറഞ്ഞാൽ മതി. ആ റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് ആയിട്ട് മിസ് വരുന്നതാണ്. ഓക്കെ, so thank you students, thank you so much for your valuable time. Have a great day. Bye everyone.